എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓലയുടെ പാലക്കാട് ഷോറൂമിലാണ് കേട്ടോ. നമ്മള് ഈ ഒരു ഓലയുടെ S1 Pro റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞത്. അതായത് കേരളത്തിൽ 100-ലധികം എക്സ്പീരിയൻസ് സെന്റേഴ്സ് ഉണ്ട് ഓലയുടെ. പിന്നെ ഇന്ത്യയിൽ തന്നെ 1000-ലധികം സർവീസ് സെന്റർ അവരുടെ സർവീസ് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് ഒക്കെ മേടിച്ചിട്ട് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 1000-ലധികം ഷോറൂം സർവീസ് സെന്റർ എല്ലാം തുറന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ 10-ലധികം എക്സ്പീരിയൻസ് സെന്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് കല്ലടിക്കോട്, പിന്നെ ചിറ്റൂര്, കുന്നത്തുറുമേട്, ആലത്തൂര്, വടക്കാഞ്ചേരി, ഇവിടൊക്കെ പുതിയ ഷോറൂംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, കൂടുതൽ ഓഫേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഓല S1 Pro റിവ്യൂ ചെയ്യാൻ പോയാലോ? അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കിടക്കുന്നു നമ്മുടെ ഓല S1 Pro കുട്ടൻ. അപ്പോൾ ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. നമ്മുടെ S1 Pro ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇതാണ് S1 Pro. പിന്നെ ബേസ് വേരിയന്റ് രണ്ടെണ്ണമാണ് വരുന്നത്, S1X, S1 Airഉം, പിന്നെ ഏതൊരു മോഡൽ കൂടി വരുന്നുണ്ട്. അത് എനിക്കത്ര ഏതാണെന്ന് ഉറപ്പില്ല. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 120 km/h ആണ്. അതെ, ഭയങ്കര പുള്ളിങ് ആണ്. ഇതിൽ 4 മോഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ വാഹനം ഓണാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതാ ഈ ഒരു റെഡ് ബട്ടൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓൺ ആവും. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ LED DRL ഓൺ ആവുന്നതാണ്. അപ്പോൾ ഓൺ ആവൂ. 3, 2, 1. എന്താ ഓണാവാത്ത? ഓക്കെ, നമ്മൾ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് നിങ്ങൾ കാണണ്ട, കണ്ടില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഓണായി. അപ്പോൾ നമ്മുടെ LED DRLഉം ഇതാ ഓൺ ആവും. ഡേ ടൈം റണ്ണിങ് LED ലൈറ്റ്. അപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ മോഡ് വാഹനം സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ പറഞ്ഞ് ഓണാവും. അപ്പോൾ മോഡ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമൽ, സ്പോർട്ട്, ഹൈപ്പർ, ഇക്കോ. അപ്പോൾ നോർമലിൽ പോകുകയാണെങ്കിൽ പറയുന്ന പോലെ സാധാരണ സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇക്കോവും ഉപയോഗിക്കാൻ പറ്റും. ഇക്കോ പറഞ്ഞാൽ കുറച്ചുകൂടി എനർജി എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. 120 അബവ് പോകുന്നതാണ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എടുത്ത് പറഞ്ഞത്. അടിപൊളി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒന്ന് ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്തപ്പോൾ വണ്ടി ഇങ്ങനെ കുതിക്കുകയാണ്. ഒബിയസ്ലി ടോർക്ക് കൂടുതലായിരിക്കും, കാരണം ഇതൊരു ഇലക്ട്രിക് വാഹനമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 11 kW ആണ്. പിന്നെ 4 kWh ബാറ്ററിയാണ് വരുന്നത്. 0 to 100 ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് അറൗണ്ട് ഒരു 5 to 6 മണിക്കൂറാണ് എടുക്കുന്നത്. പിന്നെ 0 to 40 km പോകാൻ വേണ്ടിയിട്ട് 2.6 സെക്കൻഡിറ്റാണ് ഈ വാഹനത്തിന് വേണ്ടത്. അപ്പോൾ ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ കാണുകയാണെങ്കിൽ ഇതാണ് LED DRL വരുന്നത്. ഇത് 2 പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഓഫായോ? ടച്ച് സ്ക്രീൻ ആണോ? അല്ലല്ല, ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഒന്നും കൂടി ഞാൻ LED DRL കാണിച്ചു തരാം. ഇതെപ്പോഴും പാസ്വേഡ് അടിക്കണം. അത് ഇതിന് കീ ഇല്ല. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ ഓലയുടെ ആപ്പ് വഴി നമുക്ക് ഫോണിൽ കൂടെ വാഹനം അൺലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് വരുന്നത്, ലൈറ്റിൻ്റെ ഓപ്ഷൻ. ജസ്റ്റ് പാർക്ക് ലൈറ്റ് 1 ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുക 1 ലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ലൈറ്റ്. അപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ 1 ലൈറ്റ് ആണെങ്കിൽ 1 ലൈറ്റ് ആയിട്ട് മാത്രമേ കാണാം. നല്ല പ്രൊജക്ടർ ഫോക്കസ് ഉള്ള ലൈറ്റാണ് കേട്ടോ. രണ്ടാമത് അടിച്ചതാ, ഇത്രയും പവർഫുൾ ലൈറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫംഗ്ഷൻസ്. ഇത് മറ്റൊരു സോഫ്റ്റ് ടച്ച് ബട്ടൺസ് പോലെയാണ് കേട്ടോ. ഇത് ലെഫ്റ്റിക്കുള്ള ഇൻഡിക്കേറ്ററും റൈറ്റിക്കുള്ള ഇൻഡിക്കേറ്ററും. ഇത് ക്രൂസ് കൺട്രോളാണ്. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ത്രോട്ടിൽ കൊടുത്ത് കൈ കടയേണ്ടതെന്ന് വെച്ചിട്ട് അവർ ഈ ഒരു ക്രൂസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഹോൺ നോക്കിയാലോ, അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓപ്ഷൻസിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് മറ്റേ റസ്റ്റിക് സ്വിച്ചസ് ആയിരുന്നു. കാരണം ഒന്നുകൂടി റഫാണ്, കംഫർട്ടബിൾ ആയിരുന്നു ഉപയോഗിക്കാൻ. കാരണം ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ പെട്ടെന്ന് ഒരു ഏതാണ് സ്വിച്ച്, ഇത് ഹോണാണോ ഇൻഡിക്കേറ്റർ ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. ഫസ്റ്റ് യൂസേഴ്സിന് വരെ എനിക്ക് തോന്നി, കാരണം ഞാൻ പെട്ടെന്ന് വാഹനം ഓടിച്ചത് കാരണം. യൂസേഴ്സിന് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയ ഒരു പണ്ടത്തെ ഒരു ട്രഡീഷണൽ മെത്തഡായിരുന്നു നല്ലത്. എന്നാലും മോഡേൺ ആണല്ലോ, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതുകൊണ്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും നല്ലതാണ്, അപ്രീഷിയേറ്റഡ്. പിന്നെ 2 ഗ്ലാസ്സസ് വരുന്നുണ്ട്. നോർമൽ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. പിന്നെ അതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് മോഡ് മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നത്. മുകളിലേക്കുള്ള ആരോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പോർട്ടിക്ക് ഇടാൻ, നോർമലിക്ക് ഇടാൻ, ഇക്കോയ്ക്ക് മാത്രം ഇടാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് പ്രസ് അമർത്തണം. അപ്പോൾ മാത്രമാണ് ഇക്കോയ്ക്ക് വരിക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്ക്രീൻ ഓണാക്കാൻ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കീ ഇല്ലാത്തതും കാരണം നമുക്ക് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ വാഹനം സ്റ്റാർട്ടാവും. പിന്നെ ഈ ഒരു ഉള്ളൊരു സർക്കിളും ഓട്ടം ഇല്ലാത്ത സർക്കിളിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് സൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയുമല്ലോ എന്തായാലും. കാരണം നമുക്ക് ഓലയുടെ ഒരു ഒരു യൂണീക്ക് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട്. പണ്ടത്തെ ടൂറിസ്റ്റ് ബസ്സിനെ പോലെ തന്നെ ചാസിയിൽ സ്പീക്കർ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയിലാണ് സ്പീക്കർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സ്പീക്കർ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്പീക്കറിൻ്റെ സൈഡിൽ നമുക്ക് സ്റ്റോറേജ് പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ പേഴ്സോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വെക്കാനുള്ളൊരു സ്റ്റോറേജ് പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്പീക്കേഴ്സ് വരുന്നത്. അപ്പോൾ സ്പീക്കറിൻ്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണിത്. പിന്നെ ഈ ഒരു പ്ലേ ബട്ടൺ വരുന്നുണ്ട്, പോസ് ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഇത് പാട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. നമുക്കിത് ത്രോട്ടിലാണ് യൂഷ്വൽ
അറിയുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു സംഭവം ഫ്ലാറ്റ് ആയത് കാരണം നമുക്ക് ഫ്യൂട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ ഒരു ബൂട്ട് തുറന്ന് കാണിച്ചു തരാം. അതിന് ഇത് ജസ്റ്റ് വാഹനം ഓണാക്കി കഴിഞ്ഞിട്ട് സ്ക്രീൻ ഓണാക്കി കഴിഞ്ഞിട്ട് പാസ്വേഡ് അടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വെളിച്ചത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ എന്തായാലും പാൻ ഷോട്ട് ഇടാം. ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബൂട്ട് ട്രങ്ക് ഓപ്പൺ ആയി. അപ്പോൾ 34 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ അതാ ഓരോ ബ്രോഷറാണ് കിടക്കുന്നത് കണ്ടോ. ഓക്കെ, അടിപൊളി കളേഴ്സിൽ വരുന്നുണ്ട്. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അടഞ്ഞു. പിന്നെ എവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്? ഇതാ ഇവിടെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത്. പിന്നെ നമുക്ക് 750 വാട്ടിൻ്റെ ചാർജറാണ്, പോർട്ടബിൾ ചാർജറാണ് വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത് മധ്യപ്രദേശിലെ വണ്ടി കേരളത്തിൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയോ, ഓല ഒരിക്കലും ഡീലർഷിപ്പിന് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് മാനുഫാക്ചറാണ് ഷോറൂം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മധ്യപ്രദേശിലെ വണ്ടി വരുന്നത്. ടെസ്റ്റ് ഡ്രൈവൊക്കെ അവർ ഡയറക്റ്റ് അവിടെ നിന്ന് അയക്കുന്നത് കൊണ്ട്. പിന്നെ നമുക്കിവിടെ ചെറിയൊരു ലൈറ്റ് വരുന്നുണ്ട് ഈ ഒരു നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട്. പിന്നെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് റെഡ് കളർ, ഇവിടെ ഓറഞ്ച് റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് സൈഡിൽ നിന്ന് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ട് തീം റിയർ തീം ബ്രേക്സ് കംപ്ലീറ്റ്ലി ഡിസ്ക്കാണ്. അപ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടി ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടും. നമ്മൾ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ വാഹനം അവിടെ പിടിച്ചോടുത്ത് നിൽക്കും. പിന്നെ ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ട്വിൻ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഇതാ ട്വിൻ ടെലസ്കോപ്പിക് സസ്പെൻഷനും പിന്നിൽ മോണോഷോക്ക് സസ്പെൻഷനും. അപ്പോൾ കുറച്ചുകൂടി ഹമ്പൊക്കെ ചാടുമ്പോൾ പിന്നിലിരിക്കുന്ന ആൾക്ക് അത്ര ഒരു ചാട്ടം തോന്നില്ല, കുറച്ചുകൂടി കംഫർട്ടബിൾ ജേണി ഓഫർ ചെയ്യും. പിന്നെ സീറ്റ് വളരെ വലിയ സീറ്റാണ്. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് ആക്ച്വലി പറഞ്ഞ റിസ്റ്റ വരും ഏത്തറിൻ്റെ. അപ്പോൾ എൻ്റെ സീറ്റും ഞാൻ റിസ്റ്റയുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, സീറ്റ് വലിയ സീറ്റാണ്. അതേപോലെ കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയും സീറ്റ് വളരെ വലുതാണ്. കുറച്ചുകൂടി ഫാറ്റ് തടിയുള്ളൊരു വീതിയുള്ള സീറ്റാണ് കൂടുതൽ. പിന്നെ ആൾക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മെറ്റൽ തണ്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് പിടിച്ചിരിക്കാനും ഒരു ബാക്ക് സപ്പോർട്ട് ചെറുതായിട്ട് കൊടുക്കും. പക്ഷേ നമ്മുടെ ഏത് റിസ്റ്റയിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു കുഷനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഭവം ഇത് തുറക്കുമ്പോൾ കൈ തട്ടുന്നൊരു ഇഷ്യൂവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. പിന്നെ റിയർ ലൈറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ബ്രേക്ക് ലൈറ്റ് ഇവിടെയാണ് വരിക, ടെയിൽ ലാമ്പ്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എവിടെയാണ്? ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ ആയിട്ട് തന്നെ വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എപ്പോഴും ഓഫായി കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് അടിച്ചടിച്ച് ഒരു മിനിറ്റ്. യെസ്, അയ്യോ പാസ്വേഡ് റോങ് ആയിപ്പോയി. 4 അറ്റംപ്റ്റ്സ് ആണ് വരുന്നത് പാസ്വേഡ് പിന്നെ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലൈറ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കാണാം ബ്രേക്ക് ലൈറ്റ്. ഇത് ആക്ച്വലി ക്യാമറയിൽ കാണുന്ന കാരണമാണ്. ഇത് LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇതാ ഇങ്ങനെ. അവിടെ ഫ്രണ്ടിലത്തെ ടേൺ ഇൻഡിക്കേറ്റർ എങ്ങനെയാണെന്ന് കാണിക്കാം. സൗണ്ട് വരുന്നുണ്ട് ടെങ് പറഞ്ഞിട്ട്. ഇതാ ഇവിടെയാണ് ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി അതാ ഇവിടെ ഫുഡ് സ്റ്റെപ്പ് വരുന്നത് പില്ലിയൻ റൈഡർക്ക്, ഫ്രണ്ട് റൈഡർക്ക് ഇവിടെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഓണാക്കി കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്യണമെങ്കിൽ അതേ ബട്ടൺ അമർത്തുക. പക്ഷേ നമ്മുടെ ഐസ് വണ്ടികളിലൊക്കെ അത് റൈറ്റ് കിട്ടി കഴിഞ്ഞാൽ മിഡിലാണല്ലോ വരിക. പക്ഷേ ഇതിൽ അതേ ബട്ടൺ ഓഫാക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ വോളിയം ബട്ടൺ, വോളിയം കൂട്ടുമ്പോൾ അത് കണ്ടോ കൂടുന്നത് കാണിക്കുന്നുണ്ട്, കുറയ്ക്കുമ്പോൾ കുറയ്ക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ പീലാണ് കിടക്കുന്നത്. പീല് കിടക്കുമ്പോൾ വാഹനം ബ്രേക്ക് പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ത്രോട്ടിൽ അമർത്തുക. ഇത് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നോർമൽ വീണു. ഇനി നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഇവിടെ 6 വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ റിവേഴ്സ് ഗിയർ ഓണായി. ഇതപ്പോൾ പിന്നോട്ട് വാഹനം പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റിവേഴ്സ് ഗിയർ ഇടുക. പിന്നെ നമ്മൾ വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കി കഴിഞ്ഞിട്ട് കുറച്ച് തണലത്തേക്ക് പോകുന്നുണ്ട്. കാരണം ഈ ഒരു സ്ക്രീന് നേരെ കാണാൻ വേണ്ടിയിട്ട്. ഇത് 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിൽ എന്തൊക്കെ ഓപ്ഷനാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ, പിന്നെ സേഫ്റ്റി ലൈറ്റ്സ് ഇടാനുള്ള ഓപ്ഷൻ, അതായത് ഹസാർഡ് ലൈറ്റ്സ് കത്തും, ഡബിൾ ഇൻഡിക്കേറ്റർ ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ലൈറ്റും കത്തുന്നത്, അതേപോലെ ഫ്രണ്ടിലും. പിന്നെ നമുക്ക് ഇതൊന്ന് ഓഫാക്കാം. പിന്നെ മൂഡ് സൗണ്ട് പറഞ്ഞൊരു എഫക്റ്റ് വരുന്നുണ്ട്. വൈഫൈ വരുന്നുണ്ട്. ഇതിലൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഫോണിലത്തെ വൈഫൈ മറ്റേ മൊബൈൽ ഹോട്ട്സ്പോട്ട് വഴിയും ഇതിൽ വൈഫൈ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ വീട്ടിലത്തെ വൈഫൈയും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് ഓപ്ഷൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ ഈ സ്പീക്കർ ഉപയോഗിച്ചിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഡാർക്ക് മോഡ് വരുന്നുണ്ട്. ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും. അതായത് ഈ ബ്ലാക്ക് ഷെയ്ഡ് വരും. ഇരുട്ടത്ത് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മാപ്പിൻ്റെ ഓപ്ഷൻ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടുന്നൊക്കെ കാണിക്കും. പിന്നെ സെറ്റിങ്സിൽ പോവാം. ഇതാണ് സെറ്റിങ്സ് വരുന്നത്.
പിന്നെ ഇത് ടേൺ ഓൺ സ്കൂട്ടേഴ്സ് ബ്ലൂടൂത്ത് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഇതെല്ലാം കാണിക്കുന്ന ഒരു സംഭവമാണ്. നോർമലിൽ എത്ര ട്രാവൽ ചെയ്തു, സ്പോർട്ടിൽ എത്ര ട്രാവൽ ചെയ്തു, ഹൈപ്പറിൽ എത്ര ട്രാവൽ ചെയ്തു, ആവറേജ് സ്പീഡ് എന്തായിരുന്നു, ടോപ്പ് സ്പീഡ് എന്തായിരുന്നു, ഇതെല്ലാം നമുക്ക് കാണിക്കും. എഫിഷ്യൻസി ഇതെല്ലാം. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്, അറിയാലോ നമ്മൾ കുന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കാണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ ഗിതായിട്ട് പോകുമല്ലോ, ആ ഒരു സമയത്ത് വണ്ടിയുടെ ബാറ്ററി ഒന്നുകൂടി റീജനറേറ്റ് ആയിട്ട് കൂടുതൽ റേഞ്ച് ഓഫർ ചെയ്യും വാഹനം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ S1 പ്രോനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നമ്മൾ വേറെ ബേസ് വേരിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ S1X എയർ, അതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ്. അതിൻ്റെ മുന്നേ ഞാൻ മറ്റേ എല്ലാ ഷോറൂംസിൻ്റെയും കല്ലടിക്കോടും അതുപോലെ തന്നെ കുന്നത്തൂർമേട്, ആലത്തൂർ, വടക്കാഞ്ചേരി, പിന്നെ കുറേ ഷോറൂം തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.